സമ്മേളനത്തിൽ വന്ന് നടത്തിയ പ്രസംഗങ്ങളെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ചാവക്കാട് വെച്ച് നടത്തുന്ന ഒരു പരാമർശം കേൾക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ കൊരച്ചു ചാടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ജീവിയുടെ സ്വഭാവം എന്നിൽ ചാർത്തിക്കൊണ്ട് ആ രൂപത്തിൽ എന്നെ തെറി പറഞ്ഞു. എന്തിനായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ? ആളുകളുടെ വികാരം ഉയർത്തിവിടാൻ വേണ്ടിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താണ്? കൊരച്ചു ചാടുന്ന ഒരു ജീവിയോട് എന്നെ ഉപമിച്ച് കളഞ്ഞില്ലേ? അതേ പ്രസംഗത്തിൽ മറ്റൊരു പണ്ഡിതനെ പറ്റി അദ്ദേഹം തന്നെ നടത്തുന്ന പ്രയോഗം നോക്കൂ നിങ്ങൾ. പലർക്കും വലിയ മുൻവൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. കിട്ടിയ അവസരം പലരും മുതലെടുത്തിട്ടുണ്ട്. പണ്ടേ മോങ്ങാനിരുന്നതാണ്, ഇപ്പോൾ തലയിൽ തേങ്ങയും വീണു എന്ന് ഉദാഹരണങ്ങൾ ചില ജീവികളെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ ചിലർ പണ്ടെന്നോ കൊണ്ടു നടക്കുന്ന ചില മോഹങ്ങൾ എനിക്കെതിരെ ശബ്ദങ്ങളായിക്കൊണ്ട് സ്റ്റേജുകളിൽ വെച്ച് വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ ധരിപ്പിക്കാൻ നോക്കി. കേട്ടില്ലേ? എന്താണോ ഹുസൈൻ സലഫി സമ്മേളനത്തിൽ പ്രസംഗിച്ച ചില ആളുകൾക്കെതിരെ ഉന്നയിച്ച ആരോപണം, അതേ ആരോപണം അദ്ദേഹം ഉന്നയിക്കാൻ. മോങ്ങാനിരുന്നതിന്റെ നിലയിൽ തേങ്ങ വീണു എന്ന് എന്തിനെ പറ്റിയാ പറയാറുള്ളത്? ഏത് ജീവിയെ പറ്റിയാ പറയാറുള്ളത്? ആ പ്രയോഗം, ആ വാചകം എന്തിനാണ് അദ്ദേഹം കടമെടുത്തത്? ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്? കേരളത്തിലെ മുജാഹിദികൾക്കറിയാമത് ആരെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന്. ഇത് പറയാൻ ഹുസൈൻ സലഫി തയ്യാറാകാമായിരുന്നോ? അങ്ങനെ പറയാമായിരുന്നെങ്കിൽ അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞ വിമർശനം ഉന്നയിക്കേണ്ടതുണ്ടായിരുന്നോ? ആളുകൾക്ക് ഹുസൈൻ സലഫിയായാലും മറ്റാരായാലും കേരളത്തിലുള്ള പണ്ഡിതന്മാരോട് സ്നേഹമുണ്ട്, ആദരവുണ്ട്. അത് ആദർശത്തിന്റെ പേരിൽ. എന്നെ പറ്റി അങ്ങനെ ആരും പറയാൻ പാടില്ല, എനിക്കെല്ലാരെ പറ്റിയും പറയാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ സമൂഹം കേൾക്കും എന്ന് വിചാരിക്കുന്നതൊക്കെ ആര് വിചാരിച്ചാലും മൗഢ്യമാണ്. അങ്ങനെ വിചാരിച്ചവരോടാ പണ്ട് എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്, ചെറുപ്പക്കാരൊക്കെ അപ്പുറത്താന്നാ പറഞ്ഞ, ഇപ്പൊ നോക്കുമ്പോ എല്ലാവരും കടപ്പുറത്ത് നമ്മളെ സമ്മേളനത്തിനല്ലേ ഉള്ളത്. ആ വിചാരം തെറ്റാണ്.